നമസ്കാരം. സംസ്ഥാനത്ത് പെയ്തിറങ്ങുന്ന കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങളും പ്രളയ സമാനമായ സാഹചര്യവും നിലനിൽക്കെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിക്കൊണ്ട് സർക്കാർ. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇതുവരേക്കും 3 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി റവന്യൂ മന്ത്രി, ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടർമാർ എന്നിവരുമായി സംസാരിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവിശ്രമം പെയ്യുന്ന ശക്തമായ മഴയിൽ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ റവന്യൂ മന്ത്രി നേരിട്ട് ഏകോപിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിലവിലെ അടിയന്തര സാഹചര്യം വിലയിരുത്തുന്നതിനായി റവന്യൂ മന്ത്രി ഇന്ന് രാവിലെ 11 മണിക്ക് ജില്ലാ കളക്ടർമാരുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തിരുന്നു. ദേശീയ ദുരന്ത പ്രതികരണ സേനയും സംസ്ഥാന പോലീസ് സേനയും ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പൂർണ്ണ സജ്ജമാണ്. ദുരന്തത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കാനും ദുരന്തബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ അതിവേഗത്തിലാക്കാനും സർക്കാർ തത്വത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. മഴ കനത്തതോടുകൂടി ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് ഏറ്റവും ഉയർന്ന തോതിലുള്ള നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇടുക്കി കുടയത്തൂർ അടൂർ മലയിലുണ്ടായ ഭീകരമായ ഉരുൾപൊട്ടലിൽ വീട് തകർന്ന വീട്ടമ്മ മരണപ്പെട്ടു. കോട്ടയം പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്തിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് പരിക്കേറ്റ് വിശ്രമത്തിലായിരുന്ന യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചു. ഇവിടെ കാണാതായ അമ്മയ്ക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. ഇടുക്കി വാഗമൺ കോലാഹലമേട്ടിൽ മണ്ണിടിഞ്ഞു വീണ് 72 വയസ്സുള്ള വയോധികനും ജീവൻ നഷ്ടമായി. പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ പ്രളയ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുകയാണ്. മേഖലയിലെ പ്രധാന റോഡുകളെല്ലാം തന്നെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. പമ്പാ നദിയിൽ അതിവേഗത്തിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. വെള്ളം കയറിയ വീടുകളിൽ നിന്നും ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന പ്രവർത്തനം പുരോഗമിച്ചു വരുന്നു. രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കൂടുതൽ ഡിങ്കി ബോട്ടുകൾ എത്തിക്കാനാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പത്തനംതിട്ട തുമ്പാക്കുളത്ത് ശക്തമായ ഉരുൾപൊട്ടലുണ്ടായി. പമ്പയിലെ അരയാഞ്ഞിലിമണ്ണ് കോസ്വേ പൂർണ്ണമായും മുങ്ങിയതോടുകൂടി 40ഓളം കുടുംബങ്ങൾ പൂർണ്ണമായി ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. സംസ്ഥാനത്തുടനീളം റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നദീതീരങ്ങളിലും അപകട സാധ്യതയുള്ള മലയോര മേഖലകളിലും താമസിക്കുന്നവർ അടിയന്തരമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം എന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും സർക്കാരും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും എന്ന മുന്നറിയിപ്പിനെ തുടർന്ന് സമഗ്ര മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. തുടർച്ചയായി 5 ദിവസം മഴയുണ്ടാകും എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മന്ത്രി മലപ്പുറത്ത് വ്യക്തമാക്കി. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. രാവിലെ 11 മണിക്ക് ശേഷം മഴയുടെ തീവ്രത കുറയും എന്നാണ് വിലയിരുത്തലെന്നും റവന്യൂ മന്ത്രി കൂട്ടിച്ചേർത്തു. വയനാട് ജില്ലയിൽ മഴ കനത്തതോടുകൂടി താമരശ്ശേരി ചുരത്തിലൂടെയുള്ള യാത്രയ്ക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. ജില്ലയിൽ നിന്ന് കോഴിക്കോടേക്കും തിരിച്ചുമുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകളും ഒഴിവാക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. വൈത്തിരി, ലക്കിടി മേഖലകളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ അതിതീവ്ര മഴയാണ് രേഖപ്പെടുത്തിയത്. ചുരത്തിലൂടെ അവശ്യ സർവീസുകൾ മാത്രമേ അനുവദിക്കൂ എന്നും ഭാരം കയറ്റിയ വാഹനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും നിയന്ത്രണം ഉണ്ടാകുമെന്നും വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. മധ്യ തെക്കൻ കേരളത്തിലെ മലയോര മേഖലയിൽ ഉണ്ടായ അതിശക്തമായ മഴയിൽ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ പരക്കെ ഉരുൾപൊട്ടലുണ്ടായി. അപകടത്തിൽ 4 പേർ മരിക്കുകയും 2 പേരെ കാണാതാവുകയും ചെയ്തു. ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം കുടയത്തൂർ അടൂർ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മഷിക്കല്ലിൽ രവി നാരായണന്റെ ഭാര്യ സുമതി മരണപ്പെട്ടു. പരിക്കേറ്റ മകൻ രതീഷിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിലാക്കി. കോട്ടയം പൂഞ്ഞാർ പയ്യാനിത്തോട്ടം മണപ്പാട്ട് ജോണിയുടെ ഭാര്യ റെജീന, മകൻ ജോസഫ് എന്നിവരാണ് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടത്. തിരച്ചിലിനൊടുവിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. പത്തനംതിട്ട സീതത്തോട്, ചിറ്റാർ ഭാഗങ്ങളിലെ ഉൾപ്രദേശങ്ങളിൽ ഉരുൾപൊട്ടിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ഗതാഗതം സ്തംഭിക്കുകയും നദികൾ കരകവിഞ്ഞൊഴുകുകയും ചെയ്യുന്നു. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ പമ്പ, മണിമല, മീനച്ചൽ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. റാന്നി, മണിമല, ഈരാറ്റുപേട്ട, പാല തുടങ്ങിയ പ്രദേശങ്ങളിലെ പ്രധാന റോഡുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. കൊട്ടാരക്കര, ദിണ്ടിഗൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. വെള്ളിയാഴ്ച വൈകിട്ട് ആരംഭിച്ച കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് 100ഓളം സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായതായി ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് അറിയിച്ചു. 9 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ശക്തമായ മഴയും പ്രതികൂല കാലാവസ്ഥയും കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനത്തെ 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, വയനാട്, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും.
പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നദികളിലും മലയോര മേഖലകളിലും പോകുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു.